പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കാലത്ത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ചിന്തയുടെ, അനുഭവത്തിൻ്റെ, അനുഭൂതിയുടെ, അന്വേഷണത്തിൻ്റെ മാധ്യമമായ ഭാഷ തന്നെയും മലിനമാകുന്ന ഒരു കാലത്ത് എപ്രകാരമാണ് ആശയ ആവിഷ്കാരം സാക്ഷാത്കരിക്കുക എന്നുള്ളത് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു വിധേനയും സമാധാനിപ്പിക്കപ്പെടാത്ത ഒരാമുഖമാണ്. ജെയിംസ് പെട്രാസും വാൾട്ട് മയറും എഴുതിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഗ്ലോബലൈസേഷൻ അൺമാസ്ക്ഡ് എന്നാണ്. അതിൽ ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് തന്നെ പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ട്, അപനിർമ്മിക്കപ്പെടുന്നുണ്ട്. കാരണം പ്രത്യക്ഷത്തിൽ ആ വാക്ക് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കുകയും ദേശീയതയുടെ അതിർത്തികളൊക്കെ അപ്രത്യക്ഷമാവുകയും അങ്ങനെ മനുഷ്യർ പരസ്പരം ഭാഷയുടെയും മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ അതിരുകൾ ഭേദിച്ച് ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന അർത്ഥത്തിലേക്ക് ആ വാക്ക് പെട്ടെന്ന് ഒരു ബോധം ഉണ്ടാക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ ഇടയുണ്ട്. സത്യത്തിൽ ഗ്ലോബലൈസേഷൻ മൂലധന ഭീകരതയുടെ ഒരു പരസ്യമാണ്. ആ പരസ്യത്തെ എത്ര മനോഹരമായിട്ടാണ് ആഗോളവൽക്കരണം എന്നൊരു വാക്കിലൂടെ മറച്ചു വെക്കാൻ കഴിയുന്നത് എന്ന്, അതുപോലെ സ്വാതന്ത്ര്യം എന്നുള്ളതിനെ തിരഞ്ഞെടുക്കൽ എന്ന അർത്ഥത്തിൽ വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രീ ട്രേഡ് എന്ന വാക്കിന് പകരം വെച്ചു മാറുന്നത് ഒക്കെ വിശകലന വിധേയമാക്കപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2025 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും യുദ്ധം, സമാധാനം, വംശഹത്യ, കലാപം, സങ്കുചിതത്വം, ദേശീയത, എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭാഷയുടെ മലിനീകരണം, ജെയിംസ് പെട്രാസും വെൽട്ട്മേറും ഉപയോഗിച്ച വാക്ക് കറപ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ ലാംഗ്വേജ്, രാഷ്ട്രീയ ഭാഷയുടെ മലിനീകരണം നമ്മുടെ കാലത്ത് ദൈക്ഷണികരെ മാത്രമല്ല സാധാരണ മനുഷ്യരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ്. ഇതൊരു പുതിയ പ്രശ്നമല്ല. 30കളിൽ ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെയുള്ള ദൈക്ഷണികർ അനുഭവിച്ച, അവർ പങ്കുവച്ച ഉത്കണ്ഠയാണ് ഫാസിസത്തിനും നാസിസത്തിനും എതിരായുള്ള വിമർശനം നിർവഹിക്കുന്നവർക്ക് പോലും ഫാസിസവും നാസിസവും മലിനമാക്കിയ അതേ ഭാഷയിൽ തന്നെ ആ കൃത്യം നിർവഹിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം. ഇത്രയും ഞാൻ ആമുഖമായി പറയുന്നത്. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പദാവലികൾ പലതും ഏതൊരു തരത്തിലുള്ള ആശയം പങ്കുവെക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ പരിക്കേൽപ്പിക്കുന്നതോ പൊളിക്കുന്നതോ അപൂർവം ചില അവസരങ്ങളിൽ അതിനെ റദ്ദ് ചെയ്യുന്നതോ ആയിത്തീരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കലാപം എന്ന് പറയുന്നതും വംശഹത്യ എന്ന് പറയുന്നതും കൃത്യം വേർതിരിച്ച് പറയപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി തന്നെയും ഗുജറാത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഗുജറാത്തിൽ പല കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1969 കലാപം വളരെ ഭീകരമായിരുന്നു എന്നെല്ലാം സംസാരിക്കുമ്പോൾ നമ്മളിൽ ചിലരും കൊല്ലപ്പെട്ടവരുടെ കണക്ക് വെച്ച്, നഷ്ടപ്പെട്ട വിഭവങ്ങളുടെ കണക്ക് വെച്ച് ഇതിനേക്കാൾ ഭീകരമായ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഗുജറാത്ത് എന്ന് 10-23 കൊല്ലങ്ങൾക്ക് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പറച്ചിലിന് ഇടവരുത്തിയത് എമ്പുരാൻ എന്നൊരു സിനിമയാണല്ലോ, എന്നാൽ ശരി ആ സിനിമയെ വിടരുത് എന്നൊരു നിലപാടിലേക്ക് ആളുകൾ വഴുക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രാഷ്ട്രീയ ഭാഷയുടെ മലിനീകരണത്തിൻ്റെയും അതോടൊപ്പം തന്നെ അനുദിനമെന്നോണം കുറഞ്ഞു വരുന്ന നമ്മുടെ ചരിത്ര ബോധത്തിൻ്റെയും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചരിത്ര കമ്മി, മലിനീകരിക്കപ്പെട്ട ഭാഷ വിശുദ്ധമാണ് എന്ന മിഥ്യാബോധവും, ഇത് രണ്ടുമാണ് നമ്മെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഗുജറാത്ത് വംശഹത്യയെ ഗുജറാത്ത് വംശഹത്യ എന്ന് തന്നെ കൃത്യമായും വിളിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അതിൻ്റെ കാരണം ഇങ്ങനെ ചുരുക്കി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വർഗീയ കലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വംശഹത്യകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ വെച്ചോ ഉണ്ടായിത്തീരുന്നതല്ല. അതൊരു പ്രത്യേക തീയതിയിലല്ല ഉണ്ടാവുന്നത്. മറിച്ച് അതിൻ്റെ പിന്നിൽ, അതായത് ഗുജറാത്ത് വംശഹത്യ നടക്കുന്നത് 2002 ഫെബ്രുവരിയിലാണെങ്കിൽ അതിനാസ്പദമായുള്ള ഗുജറാത്തി ജീവിതം ആരംഭിക്കുന്നത് 2002-ലല്ല, അതിനൊക്കെ എത്രയോ പിറകിലേക്ക്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത്, അത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എത്ര പിറകിലേക്ക് പോകാമോ അത്രയും പിറകിലേക്ക് പോകാം. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം നവോത്ഥാനം സജീവമാണ്. അതുപോലുള്ള ആശയ സമരങ്ങൾ സജീവമാണ്. എന്നാൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആവിധം ജനതയുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള ആശയ പ്രക്ഷോഭങ്ങളൊന്നും അവിടെ നടന്നതായിട്ട് കാണാൻ പറ്റില്ല. 80കളിൽ അവിടുത്തെ ഒരു വിപ്ലവകാരിക്ക് ചെയ്യാനുണ്ടായിരുന്ന 980 അവിടുത്തെ ഒരു വിപ്ലവകാരിക്ക് ചെയ്യാനുണ്ടായിരുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ കർമ്മം എന്ന് പറയുന്നത് കോഴിമുട്ട ഭക്ഷിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനമായി പരിഗണിച്ചത് ദ അനാട്ടമി ഓഫ് ഫെയ്റ്റ് എന്ന ശ്രീജിത്ത് ദിവാകരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത, ചിന്ത പ്രസിദ്ധീകരിച്ച വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം എന്ന പുസ്തകത്തിൽ പ്രവീൺ എന്ന ഒരാളുടെ മനപരിവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ 980കളിൽ അവിടുത്തെ രോഷാകുലരായ പ്രബുദ്ധരായ മനുഷ്യർ അവർ ആചാരാനുഷ്ഠാനങ്ങളുടെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തു വരാൻ വേണ്ടി കണ്ട ഒരു വഴി പുഴുങ്ങിയ കോഴിമുട്ട കഴിക്കുകയായിരുന്നു എന്ന് വായിക്കുമ്പോൾ 980-ലാണ് 1888 തന്നെ കേരളത്തിൽ ഒരു മാതൃകാസ്ഥാനത്തെക്കുറിച്ചുള്ള, ഒരു സ്വപ്ന റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള അന്വേഷണം കേരള നവോത്ഥാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുവാൻ ശ്രമിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് എവിടെയാണ് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കാതെ 2002 ഫെബ്രുവരി 27 ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിൻ്റെ 6ാമത്തെ S6 കോച്ച് കത്തി നശിച്ചതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഇന്നും നമ്മെ നടുക്കം കൊള്ളിക്കുന്ന 50 കർസേവകരുടെ ദാരുണമായ അന്ത്യവും ഇതെല്ലാം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അസ്വസ്ഥത മാത്രമല്ല അന്വേഷണത്തിൻ്റെ ആധാരമായിരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അതൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊട്ടിപ്പടർന്നതല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ ഫാസിസ്റ്റുകളുടെ ഒരു നേതാവിന് ആ വിധം പറയാവുന്നതാണ്. പക്ഷേ ജനായത്തവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണം ആരംഭിക്കേണ്ടത്, അവസാനിപ്പിക്കേണ്ടതും ഈ ഒരു സംഭവത്തിൽ വെച്ചല്ല. ഞാൻ സൗകര്യത്തിന് വേണ്ടി 980 എടുക്കാൻ കാരണം പതുക്കെയാണെങ്കിലും നവലിബറൽ ആശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വളരെ സജീവമായി തന്നെ ജാതി മേൽക്കോയ്മ ആശയങ്ങൾ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ള സംവരണ വിരുദ്ധ സമരങ്ങൾ, അതിലൊക്കെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യർ, അടിസ്ഥാന ജനത, അവരുടെ അസ്തിത്വത്തെ പോലും അംഗീകരിക്കാത്ത അവഹേളനപരമായ ആക്ഷേപാർഹമായ ഒരുപാട് പ്രയോഗങ്ങൾ, രൂപകൽപ്പനകൾ, മെറ്റഫറുകൾ, ബലിതങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയ ഒരാശയാധികാര വ്യവസ്ഥ. ഈ ആശയാധികാര വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അതിലൊരൊറ്റ കാര്യം മാത്രമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നോട് സമയത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു തുടർ അന്വേഷണ പ്രക്രിയ ആയതുകൊണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അഭിമാനമായ, നമ്മോടൊപ്പം ഇപ്പം ഇല്ലാത്ത എങ്കിലും ഇപ്പോഴുള്ള കടമേട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്ത് വംശഹത്യാനന്തരം അവിടെ സന്ദർശിച്ച് അതിൻ്റെ അനുഭവങ്ങൾ പല സമയങ്ങളിലായി പങ്കുവെച്ച് എഴുതിയും പ്രസംഗിച്ചുമൊക്കെ നടന്നവരിൽ ഒരാളെന്ന നിലക്ക് ഒരുപക്ഷെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. പക്ഷെ ആ അനുഭവം പങ്കുവെക്കാനല്ല ഞാനിവിടെ ശ്രമിക്കുന്നത്. പക്ഷേ ഒരനുഭവം, വേറിട്ട അനുഭവം, ആ അനുഭവം മാത്രം പങ്കുവെക്കാനാണ്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, രാഷ്ട്രീയ ഭാഷയുടെ മലിനീകരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് തുടരുകയാണ്.
അത് ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂലധനമാണ്. അതിനെ പൊളിക്കാൻ ഭാഷയിൽ തന്നെ ഒരു വിമോചന യുദ്ധം ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ദിവസവും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വായിച്ചാൽ നമ്മളിപ്പോൾ ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ലോക ജനത എന്ന് ഞാൻ പറയാൻ കാരണം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ഗുട്ടറസ് പറയുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ലോകത്തിന് താങ്ങാനാവില്ല എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലരുടെ വിചാരം ഇത് ആഘോഷിക്കപ്പെടേണ്ട എന്തോ ദൃശ്യവിരുന്നാണ് എന്നാണ്. ലോകത്തിൽ എവിടെ യുദ്ധം ഉണ്ടാവുമ്പോഴും ആദ്യം മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് യുദ്ധം വേണ്ടേ വേണ്ട എന്നാണ്. അഥവാ അനിവാര്യമായാലോ ഇത് വേഗം ഒന്ന് അവസാനിച്ച് കിട്ടണേ എന്നാണ്. എന്നാൽ അതടക്കം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. യുദ്ധത്തിനെതിരെ സമാധാനം എന്ന ലോകത്തിൻ്റെ മുഴുവൻ ആശയവും പെട്ടെന്ന് നമുക്കിടയിൽ നിന്ന് ഇല്ലാതാവാനും നമ്മുടെ ഭാഷയടക്കം വളരെ യുദ്ധോത്സുകമായി തീരാനും യുദ്ധാസക്തരായ ഒരു പുതിയ കർത്തൃത്വം രൂപപ്പെട്ടു വരാനും ഇടയാക്കിയത് എന്താണ്? ഞാൻ വീണ്ടും ശ്രീജിത്ത് ദിവാകരൻ്റെ പുസ്തകത്തിലെ ഒരു വാചകത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിലൂടെ യാത്ര നടത്തുകയാണ്. അദ്ദേഹം ഒരു സൈക്കിൾ റിക്ഷയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന ആളുടെ ദൈന്യതയൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് വോട്ട് ചെയ്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഷിപുരണ്ട വിരലടയാളമൊക്കെ അയാൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇയാൾ ഉത്തർപ്രദേശിലെ മൈൻപുര എന്നുള്ള പ്രദേശത്താണ്, അത് മുലായം സിംഗിൻ്റെ പ്രദേശമാണ്. അപ്പം ചോദിച്ചു, നേതാജിക്കായിരിക്കുമല്ലോ വോട്ട്, നേതാജി ഞങ്ങൾക്ക് ദൈവം പോലെയാണ്, പക്ഷേ ഇത്തവണ വോട്ട് മോദിക്കാണ്, ഡൽഹിയാണല്ലോ ഞങ്ങൾക്ക് അന്നം തരുന്നത്, അപ്പോൾ ഡൽഹി നിങ്ങൾക്ക് എന്താണ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഗൗരവത്തോടെ പറഞ്ഞത് അഭിനന്ദനം തിരിച്ചു കൊണ്ടുവന്നില്ലേ എന്നാണ്. പെട്ടെന്ന് ശ്രീജിത്ത് ദിവാകരൻ ഒരു പത്രപ്രവർത്തകനാണ്, അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നാൽ ഒരു സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അഭിനന്ദനം തിരിച്ചു കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഒന്ന് അന്താളിച്ചു പോയി. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി പാകിസ്ഥാൻ്റെ പിടിയിൽപ്പെട്ട ഒരു വൈമാനികൻ, അതായത് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ പോലും ദേശീയത, വ്യാജ ദേശീയത ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വെട്ടി വിഴുങ്ങി തങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ദുരിതങ്ങളും വിസ്മരിക്കാൻ ഒരു ജനതയെ പ്രാപ്തമാക്കുന്ന ഒരത്ഭുതം, രാഷ്ട്രീയ അത്ഭുതം എങ്ങനെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഞാൻ ആവർത്തിക്കുന്നു, അത് 2002 അതിൻ്റെ പിറകിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ജാതി മേൽക്കോയ്മയുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ എത്ര ദിവസമാണ് കാസർഗോട്ട് അനന്തപൂർ ക്ഷേത്രത്തിലെ വെജ് മുതലേ കൊണ്ടാടിയത്? ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ്, ഏത് കർഷക സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ശ്രീമദ് മഹാമുതലയെ നമ്മൾ കൊണ്ടാടിയത്? ഒരൊറ്റ കാരണം കൊണ്ട്, അത് വെജിറ്റേറിയനാണ് പോലും. അതാരാണ് അന്വേഷണം നടത്തി തിട്ടപ്പെടുത്തിയത്? കയ്യോ കാലോ ആ ജലാശയത്തിലേക്കൊന്ന് വെച്ചു കൊടുത്താൽ തീരുമാനിക്കാൻ കഴിയുന്നത്ര എളുപ്പമുള്ളതായിരുന്നില്ലേ? വലിയ ഗവേഷണമൊന്നും വേണ്ടല്ലോ ആ മുതല വെജാണോ വെജ് അല്ലാത്തതാണോ എന്ന് തീരുമാനിക്കാൻ. ഞാൻ പറയുന്നത് ആ മുതല വെജായാലും കുഴപ്പമില്ല, ആ മുതല വെജ് അല്ലെങ്കിലും കുഴപ്പമില്ല. നോൺ വെജ് എന്നത് ഭാഷയുടെ ഒരു മലിനീകരണമാണ്. കാരണം വെജ് ഒരു മാനദണ്ഡമാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ മുമ്പിൽ ഒരു നോൺ ചേർത്തിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, കേരളത്തിൽ ഇത്തരത്തിലൊരു അത്ഭുത മുതല കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുജറാത്തിലെ വംശഹത്യ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനങ്ങളിൽ ഞാൻ പറയാൻ പോകുന്നത് കടമ്മനിട്ടയുടെ പ്രസിദ്ധമായൊരു കവിതയാണ്. ആ കവിത പറയാനുള്ള കാരണം, ആ കവിത ഗുജറാത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലുടനീളമുണ്ട്, നിങ്ങളിലും എന്നിലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ മാംസം കഴിക്കുന്നവരാണെങ്കിലും ലഭ്യമായ ഒരു കണക്കനുസരിച്ച് 70% എന്നാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിലധികം ഉണ്ടാവും. കാരണം മാംസഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള സാമ്പത്തിക കഴിവില്ലാത്തതുകൊണ്ട് ഒരു 10-25% വിട്ടു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90-97% മാംസബുക്കുകളായുള്ള ഒരു രാജ്യത്ത്
ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പ്രശ്നം ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ കൂടി ഉൾപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ ഗുജറാത്ത് സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസ് കടമൻ ആ കാലത്ത് അദ്ദേഹം കവിത എഴുത്തൊക്കെ നിർത്തിയിരുന്നു. പല കാരണം കൊണ്ടാണ്. ചിലർ പറഞ്ഞത് അദ്ദേഹം കള്ളുകൂടി നിർത്തിയതുകൊണ്ട് കവിത അദ്ദേഹത്തെ വിട്ടുപോയി എന്നാണ്, അറിഞ്ഞുകൂടാ. മറ്റു ചിലർ പറഞ്ഞത് അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് കൊണ്ട് കവിത വിടയോദിച്ചു എന്നാണ്, അറിഞ്ഞുകൂടാ. പക്ഷേ ഗുജറാത്ത് വംശഹത്യാനന്തര പശ്ചാത്തലത്തിൽ ഞങ്ങൾ അവിടെ പോയി വന്നപ്പോൾ മലയാളത്തിന് മറക്കാനോ മറച്ചു വെക്കാനോ ആവാത്ത 2 കവിതകൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൽ ഒരു കവിത, ആ കവിതയെക്കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കണം. ആ കവിതയുടെ പേര് ബാപ്പുജി നഗറിലെ അശ്വത്ഥം എന്നാണ് ആ കവിതയുടെ പേര്. ബാപ്പുജി നഗറിലെ അശ്വത്ഥം. ആ കവിതയ്ക്കും ഞങ്ങൾ സാക്ഷിയാണ്. കാരണം ഞങ്ങൾ ബാപ്പുജി നഗറിലൂടെ നടന്നു പോകുമ്പോൾ സഖാവ് രാമചന്ദ്രൻ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലയാളിയായ ഗുജറാത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം ഇവിടെ നിൽക്കണം. ഞങ്ങൾ നിന്നത് കത്തിക്കരിഞ്ഞ ഒരു ചെറിയ അരയാൽ മരത്തിൻ്റെ കുറ്റിയുടെ മുമ്പിലാണ്. എന്നിട്ട് അദ്ദേഹം വിവരിച്ചു തന്നു, ഈ കുറ്റിയിൽ വരിഞ്ഞു കെട്ടിയിട്ടാണ് കമ്ര ആലം എന്നു പേരുള്ള കളിപ്പാട്ടങ്ങൾ വിറ്റ് നടക്കുന്ന 14 വയസ്സുള്ള ഒരു ബീഹാറി മുസ്ലിമിനെ പെട്രോൾ ഒഴിച്ചു ചുട്ടത്. കമ്ര ആലം ഒരു ഔദ്യോഗിക കമ്മീഷൻ്റെയും കണക്കിലുണ്ടാവാൻ സാധ്യതയില്ല. ബീഹാറിൽ നിന്ന് അന്നം വിളിച്ച വിളിക്ക് ഉത്തരം തേടി ഗുജറാത്തിലെത്തി ബാപ്പു നഗറിലെ ഒരു ആൽമരത്തണലിൽ തൻ്റെ ജീവിതം പച്ച പിടിപ്പിച്ച ആ 14 വയസ്സുള്ള കുട്ടി, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ എ ചൈൽഡ് വിത്തൗട്ട് ചൈൽഡ്ഹുഡ്, തൻ്റെ കുടുംബം പോറ്റേണ്ടി വന്ന, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ പോവുമായിരിക്കും, ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും പോവുക. വീട്ടുകാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കത്തിക്കരിഞ്ഞു പോയോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അവർക്കറിയില്ല. ഒരു കാനേഷ് കുമാരി കണക്കിലും ഒരു അന്വേഷണ റിപ്പോർട്ടിലും ഉൾപ്പെടാൻ സാധ്യതയില്ലാത്ത, ആരാലും ഓർമ്മിക്കപ്പെടാനിടയില്ലാത്ത കമ്ര ആലത്തിന് മലയാള ഭാഷ ഒരു മഹത്തായ സ്മാരകം നിർമ്മിച്ചു. അതാണ് ബാപ്പുജി നഗറിലെ അശ്വത്ഥം. അതിൽ വരിഞ്ഞു കെട്ടി അദ്ദേഹത്തെ കൊന്നു. അതേക്കുറിച്ച് കടമൻ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത എനിക്ക് മുഴുവനും അറിയാം, പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2ാമത്തെ കവിത, അതിൽ കുറച്ചുകൂടി നമ്മുടെ വംശഹത്യയിലേക്കൊക്കെ കണ്ണു തുറപ്പിക്കുന്ന, അതോടൊപ്പം എമ്പുരാനിലേക്കും ആ കവിതയിൽ നിന്നൊരു വഴിയുണ്ട്. അതുകൊണ്ടാണ് ആ കവിത മാത്രം പറയുന്നത്. ആ കവിതയും ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഈ കവിതയേക്കാൾ സമീപസ്ഥമായിരുന്നു ആ കവിത. എന്തുകൊണ്ടെന്നാൽ ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ തീവണ്ടിയിൽ മടങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പം കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന കുറച്ച് ഗുജറാത്തി യുവാക്കളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ എത്രയോ കാലം ഗുജറാത്തിലെ സവർണ കേന്ദ്രമായ സൗരാഷ്ട്രയിൽ തുടർച്ചയായി ജീവിച്ചു പോരുന്ന, വല്ലപ്പോഴും കേരളത്തിലേക്ക് അവരുടെ ജില്ലയായ കോട്ടയത്തേക്ക് വന്നു പോരുന്ന സോണിയ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ 2 പേരുമായുള്ള, 2 കൂട്ടരുമായുള്ള സംവാദത്തിലൂടെ, സംഭാഷണത്തിലൂടെ രൂപം കൊണ്ട കവിതയാണ് ക്യ. കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? സോണിയായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാലേ പെട്ടെന്ന് ഈ കവിതയുടെ എമ്പുരാനിലേക്കൊക്കെയുള്ള വഴി വ്യക്തമാവൂ. സോണിയായുള്ള സംഭാഷണത്തിൽ ഞങ്ങൾ എങ്ങോട്ട് പോയി? ഗുജറാത്തിൽ പോയി. എന്തിനു പോയി? അവിടെ വംശഹത്യ. അവിടെ വംശഹത്യയോ? ഞാൻ ഗുജറാത്തിലാണല്ലോ, അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവർ സംഭാഷണത്തിൻ്റെ ഇടയിൽ യാദൃച്ഛികമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശത്ത് മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മത്സ്യമാംസം ഇഷ്ടമല്ലേ? ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. എന്താ പാചകം ചെയ്താൽ? അല്ല, പാചകം ചെയ്താൽ കുറച്ച് പ്രയാസമാണ്. അപ്പം നിങ്ങൾ പാചകം ചെയ്യാറില്ലേ, കഴിക്കാറില്ലേ? ഉണ്ട്, കഴിക്കാറുണ്ട്. ഞങ്ങൾ ജനവാതിലും വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് റഫ്രഷറൊക്കെ അടിച്ച് വളരെ ഭീതിയോടെ കഴിക്കാറുണ്ട്. അതിൻ്റെ മണമെങ്ങാൻ പുറത്തേക്ക് വന്നാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഈ സംഭാഷണം 1 മിനിറ്റിൻ്റെ അകത്ത് നടന്ന സംഭാഷണമാണ്. ആദ്യത്തെ 1/2 മിനിറ്റിൽ നിങ്ങൾ എന്തിനാണ് ഗുജറാത്തിൽ ഈ സംഘർഷത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വരുന്നത്? അവിടെ ഞങ്ങൾക്ക് സമാധാനമാണ്, സുഖമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു യുവതി തന്നെയാണ് അടുത്ത 1/2 മിനിറ്റ് വന്നപ്പോൾ അവരുടെ ഒരു ജീവിതാനുഭവം പങ്കുവച്ചത്. പക്ഷേ അവർ ജീവിതാനുഭവം പങ്കുവച്ചത് ഫാസിസം ഉണ്ട് അല്ലെങ്കിൽ ഭീകരത ഉണ്ട് എന്നൊന്നുമല്ല, തികച്ചും സ്വാഭാവികമായിട്ടാണ് അവരത് പങ്കുവച്ചത്. ഇവിടെയാണ് നമ്മൾ നടുങ്ങേണ്ടത്. ഞാൻ
അതേക്കുറിച്ച് ഞാനൊരു പ്രബന്ധത്തിൽ മുമ്പൊരു വാചകം എഴുതിയിരുന്നു. 10 രൂപയുടെ മത്തി വറുക്കാൻ 20 രൂപയുടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കേണ്ടി വരുന്നത് എത്ര ഭീതിജനകമാണ്. എന്നാൽ സോണിയക്ക് അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് അന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇന്നും എനിക്ക് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. ഇനി ഗുജറാത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന തുണിക്കച്ചവടക്കാരുമായുള്ള സംഭാഷണം പരിശോധിക്കാം. കടമൻ കവിതയിൽ അതാണ് പറയുന്നത്. ഏത് കവിതക്കും അതിൻ്റെ ഒരു സന്നിഹിത സാന്നിധ്യവും അസന്നിഹിത സാന്നിധ്യവും ഉണ്ടാവും. ഏത് കവിതക്കും വാക്കുകൾക്കുള്ള പ്രകടാർത്ഥവും വാക്കുകളിൽ പ്രകടമാവാത്ത അർത്ഥത്തിൻ്റെ ഒരു സമാന്തര ലോകവും ഉണ്ടാകും. അതുകൊണ്ട് പ്രകടമല്ലാത്ത അസന്നിഹിതമായ കവിതയിലെ അനുഭവമായിട്ടാണ് ഞാൻ സോണിയയുടെ സംഭാഷണത്തെ അവതരിപ്പിച്ചത്. ഇനി പ്രകടമായ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കൊച്ചിയിലേക്ക് തുണിക്കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി തീവണ്ടിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. അയാൾ ചോദിച്ചു, താങ്കളുടെ ശുഭനാമം എന്താകുന്നു? ഞാൻ പറഞ്ഞു, രാമകൃഷ്ണൻ. രാംകൃഷ്ണൻ രാംകൃഷ്ണൻ രാം രാം എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ ചേർന്നിരുന്നു. ചേർന്നിരിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ ആ കവിതയിൽ പറയുന്ന ആ ചേർന്നിരിക്കലിൽ തന്നെ ചിലരെ ചേർത്തിരുത്താത്ത ഒരനുഭവം. അതായത് രാമകൃഷ്ണൻ എന്ന പേരിന് പകരം വല്ല കോയക്കുട്ടി, തോമസ്, ആയിഷ എന്നൊക്കെയുള്ള പേരായിരുന്നെങ്കിലോ. ഈ പേരും ഞാൻ ശൂന്യതയിൽ നിന്ന് എടുത്തതല്ല. കോഴിക്കോട്ടുകാർക്കൊക്കെ സുപരിചിതനായ, എനിക്കും ആദരവുള്ള മലയാളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകൻ, കേസരിയുടെ എഡിറ്റർ മധു ഷവർമ്മക്ക് നൽകിയ പുതിയ വ്യാഖ്യാനത്തിൽ ഈ പേരുണ്ട്. അദ്ദേഹം പറഞ്ഞു, വർമ്മ കഴിച്ചിട്ട് ശവമായി തീർന്നു. കോയക്കുട്ടിക്കും മാത്തുക്കുട്ടിക്കും ആയിഷക്കുട്ടിക്കും ഒരു കുഴപ്പമില്ല. ഇത് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത് കേരളത്തിൻ്റെ വിപണി പിടിച്ചടക്കിയിട്ടുള്ള വളരെ വിധ്വംസകമായ പൊട്ടിത്തെറിക്കാവുന്നൊരു ഭക്ഷണ പദാർത്ഥമാണ്. 80കളുടെ കോഴിമുട്ടയല്ല, അതിനേക്കാൾ മാരകമായുള്ള വലിയൊരു വസ്തുവാണ് എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. രാമകൃഷ്ണൻ രാമകൃഷ്ണൻ എന്ന അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അടുത്ത ചോദ്യം ഒരു വകതിരിവില്ലാത്ത ചോദ്യമാണ് എന്ന് നമുക്ക് തോന്നും. ഫാസിസത്തിൻ്റെ വകതിരിവ് എന്ന് പറയുന്നത് ജനായത്തത്തിൻ്റെ വകതിരിവല്ല. ചോദ്യം ഇതായിരുന്നു, താങ്കൾ ഒരു മാംസബുക്കാണോ? സത്യത്തിൽ രണ്ടാൾ പരിചയപ്പെടുമ്പോൾ എവിടെയാണ്, എന്താണ്, എന്തൊക്കെയാണ് തൊഴിൽ, സുഖമല്ലേ, ഇതൊക്കെയാണ് സംസാരിക്കുക. ഇതെടുത്ത പഠിക്കൊരൊറ്റ ചോദ്യമാണ്, താങ്കൾ മാംസബുക്കാണോ? അതിന് കടമൻ കവിതയിൽ പറയുന്നൊരു മറുപടിയുണ്ട്, അങ്ങനെയൊന്നുമില്ല. അത് ജനായത്തത്തിൻ്റെ ബഹുസ്വരതയുടെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഒരു മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തും കഴിക്കാം. അയാളുടെ വിശ്വാസം അനുസരിച്ച്, അഭിരുചി അനുസരിച്ച്, ആരോഗ്യാവസ്ഥ അനുസരിച്ച്, കാപ്പയിലെ പണം അനുസരിച്ച്, ഭക്ഷണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഒരാൾക്ക് എന്തും കഴിക്കാവുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രയോഗം, എല്ലാറ്റിൻ്റെയും ആമുഖവും ആയി പരിഗണിച്ചാൽ അപരവിദ്വേഷ, കറ പുരളാത്ത, ചോര പുരളാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കുത്തി മലർത്തി അയാളെ ഭക്ഷിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് താങ്കൾ മാംസബുക്കാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്ന മറുപടി മികച്ച മതനിരപേക്ഷ മറുപടിയാണ്. അതിൽ കള്ളമില്ല, കളങ്കമില്ല. സ്വാഭാവികമായും അയാൾ ആ ചോദ്യം ചോദിച്ചതുകൊണ്ട്, ചോദിക്കേണ്ടതില്ലാത്തൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട്, ഒരാൾ ഉറങ്ങുമ്പോൾ കാല് നീട്ടിയാണോ കുറുക്കിയാണോ ഇടത്തോട്ട് തിരിഞ്ഞാണോ വലത്തോട്ട് തിരിഞ്ഞാണോ എന്നതൊക്കെ ഉറങ്ങുന്ന ഒരാളുടെ ഒരു സൗകര്യം എന്നതിനപ്പുറം, അതുപോലെ ഇന്ന ഭക്ഷണം കഴിക്കുന്നു എന്നത് അവരുടെ ഒരു സൗകര്യം എന്നതിനപ്പുറം ഒരു മൂല്യവുമില്ലാത്തതാണ് എന്നിരിക്കെ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് അയാൾ തിരിച്ചു ചോദിച്ചു, താങ്കളോ? അതിൻ്റെ മറുപടി, ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണ്. ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണ്.
ഒരാൾ സസ്യബുക്കായാലും മാംസബുക്കായാലും മിശ്ര ബുക്കായാലും ബുക്കല്ലാതായാലും അയാൾ ജീവിച്ചു പോകുമെങ്കിൽ ജനായത്തത്തിനൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇയാളുടെ ആ പറച്ചിലിൽ ആ രാമകൃഷ്ണൻ എന്നുള്ള പേര് കേട്ടപ്പോൾ റാം റാം എന്ന് അഭിവാദ്യം ചെയ്ത് ഏറെ ചേർന്നിരുന്ന ആ ഇരുത്തം മുതൽ ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണ് എന്ന ആ മറുപടി കേട്ടപ്പോൾ മലയാളിയായ നിരവധി ഫാസിസ്റ്റ് വിരുദ്ധ ജനായത്ത പ്രക്ഷോഭങ്ങളിൽ ആശയപ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായ കുറത്തി ഉൾപ്പെടെയുള്ള കിരാതവൃത്തം ഉൾപ്പെടെയുള്ള കാട്ടാളൻ ഉൾപ്പെടെയുള്ള ശാന്ത ഉൾപ്പെടെയുള്ള കവിത എഴുതിയ കവിക്ക് അതുവരെ കാത്തു സൂക്ഷിച്ച ആ ഔപചാരികത കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കയറി കുട്ടിയെ പുറത്തെടുത്ത് വെട്ടിക്കീറി കൊന്നതോ തിന്നതോ തള്ളയെയും ഞാൻ അറിയാതെ ചോദിച്ചു പോയി. അറിഞ്ഞു ചോദിച്ചതാ. നിങ്ങളിൽ ചില പുല്ലുതീനികൾ. അവിടെ സസ്യഭോജനത്തിൻ്റെ സൗമ്യ സ്വഭാവത്തെ പരിക്കേൽപ്പിക്കുന്ന ഒരു ഡൈനാമിക് ഉണ്ട്. നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെളിയിലെടുത്ത് വെട്ടി നുറുക്കി കൊന്നതോ തള്ളയെയും ഞാൻ ചോദിച്ചു പോയി. 2002 ഗുജറാത്ത് വംശഹത്യയിലെ നിരവധി ഭീകരകൃത്യങ്ങളിൽ ഫാസിസ്റ്റ് കൃത്യങ്ങളിൽ ഒന്നാണ് ഗർഭിണിയുടെ വയറ് കീറി ഭ്രൂണത്തെ പുറത്തെടുത്ത് പെട്രോൾ ഒഴിക്കുക എന്നൊന്നും പറയരുത്, പെട്രോൾ അഭിഷേകം. വംശഹത്യ കണ്ടെത്തിയ പുതിയ അഭിഷേകമാണ്. ഇളനീർ അഭിഷേകത്തിനൊക്കെ പകരം പെട്രോൾ അഭിഷേകം, അഗ്നിപൂജ. കൗസർ ബായ് എന്ന യുവതി, ഫിറോസ് ബായും കൗസർ ബിയും. ആ കൗസർ ബിയുടെ വയറാണ് കുത്തിക്കീറിയത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. ഫാസിസ്റ്റുകൾക്ക് നിരാകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഭീകരകൃത്യത്തിന് നേതൃത്വം കൊടുത്ത ബാബു ബജ്രംഗി, അദ്ദേഹം തെഹൽക്കയുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാനാണത് ചെയ്തത്, ഞാനതിൽ അഭിമാനിക്കുന്നു, ഞാനത് ആസ്വദിക്കുന്നു, ഇനിയൊരവസരം കിട്ടിയാൽ ഇനിയും ആവർത്തിക്കും. അപ്പം തെഹൽക്കയുടെ പ്രതിനിധി കുത്തി ചോദിക്കുന്നുണ്ട്, ഇത് നടത്താൻ നിങ്ങൾക്ക് എവിടുന്ന് ഊർജം കിട്ടി? അപ്പോൾ അദ്ദേഹം പലതും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഉത്തരം വളരെ നിർണായകമാണ്. റാണാ പ്രതാപ് എന്നിൽ ആവേശിക്കുന്നതായി അനുഭവപ്പെട്ടു. ഏത് ബോർനാണ് ഈ റാണാ പ്രതാപ്? രാജസ്ഥാനിലെ ഒരു ലോക്കൽ രാജാവ്, ഒരു പ്രത്യേകതയില്ല. ഇന്ത്യൻ ഫാസ ഊതി വീർപ്പിച്ച വംശഹത്യകൾക്കും കലാപങ്ങൾക്കും പാകത്തിൽ ഇന്ത്യൻ ഫാസം പല രാജാക്കന്മാരെയും അകാരണമായി ഊതി വീർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാജാവ് മാത്രമാണ്. ആ രാജാവ് ഇയാളിൽ ആവേശിച്ചാൽ ഇയാൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊരവസ്ഥയാണ് ഉണ്ടായത്. റാണാ പ്രതാപ് എന്നിൽ ആവേശിച്ചു. ഇതാണ് റൊമില താപ്പർ പറഞ്ഞത്. 980-കൾ മുതൽ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ വൻതോതിലുള്ള തിരുത്തലുകൾ നടന്നിരുന്നു എന്നും ആ തിരുത്തലിൻ്റെ തുടർച്ചയിൽ കൂടിയാണ് ഗുജറാത്തിലെ വംശഹത്യയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തേണ്ടത് എന്നും റൊമില താപ്പർ സൂചിപ്പിക്കുന്നുണ്ട്. 980-കളിൽ ചരിത്രത്തിൽ വികേന്ദ്രീകൃതമായ തിരുത്തലുകളാണ് നടന്നതെങ്കിൽ 2018 മുതൽ കേന്ദ്രീകൃതമായ തിരുത്തലുകൾ ഔദ്യോഗികമായി നടക്കുന്നുണ്ട്. കാരണം 2018-ലാണ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മഹേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ KN ദീക്ഷിത് ഉൾപ്പെടുന്ന ഒരു 14-അംഗ സമിതി ഔദ്യോഗികമായി ചരിത്രം തിരുത്താൻ ഉണ്ടായിത്തീർന്നത്. ഔദ്യോഗികമായി ചരിത്രം തിരുത്താൻ അങ്ങനെ തിരുത്തിയ ചരിത്രമാണ് പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഔദ്യോഗിക സമിതിയില്ല, അല്ലാതെ തന്നെ ഈ പാഠപുസ്തകം തിരുത്തലിൻ്റെ മുൻകൂർ മാതൃകയായിട്ട് ഗുജറാത്ത് മാറുകയാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയിലാണ്. അപ്പം കടമൻ ചോദിച്ചു, പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്തതോ വെട്ടി നുറുക്കി കൊന്നതോ തള്ളയെയും? അതുവരെ റാം എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ച അയാൾ പെട്ടെന്ന് രൂപം മാറി ഒരു വികൃത ജന്തുവായി മാറിയ അയാൾ കൊലപ്പല്ലുകൾ കാട്ടി
പുരികത്തിൽ വില്ലുകുലച്ചുകൊണ്ട് മുരണ്ടു ഖ്യാ. ആ വികൃത ജന്തുവാണ് എമ്പുരാനിലെ ബാബു ബജ്രംഗിയും മുന്നയും. ഈ രണ്ടുപേരും ആ വികൃത ജന്തുക്കളാണ്. എന്നാൽ സുഭദ്രാബൻ ഈ പറയുന്ന മനുഷ്യർക്ക്, ഇരകൾക്ക് അഭയം നൽകിയ എമ്പുരാനിലെ സുഭദ്രാബൻ തീർച്ചയായിട്ടും ഒരടയാളമാണ്. ആ അടയാളം ഗുജറാത്ത് വംശഹത്യ, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല. അത് ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല. സത്യത്തിൽ അത് ജാതി മേൽക്കോയ്മയുടെ വലിയൊരു അജണ്ടയായിരുന്നു എന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് ദളിതുകളുടെ വ്യാപകമായ പങ്കാളിത്തം ഈ വംശഹത്യയിലുള്ള കാര്യമാണ്. പക്ഷേ അവരെങ്ങനെയാണ് അതിൽ പങ്കാളികളായത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രത്യയശാസ്ത്രങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമാണ് അതൊരു ജാതി മേൽക്കോയ്മയുടെ അജണ്ടയായിരുന്നു എന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ സുഭദ്രാബൻ മാത്രമല്ല, ഈ വംശഹത്യയിൽ ഇരകളെ രക്ഷിക്കാൻ മതപരിഗണന കൂടാതെ മുന്നോട്ട് വന്ന യഥാർത്ഥ മതഭക്തരായ എത്രയെത്രയോ ഹിന്ദുമതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ പേരുകളും അവരെക്കുറിച്ചുള്ള വിവരങ്ങളും പൂർണ്ണ രൂപത്തിലല്ലെങ്കിലും പല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പക്ഷേ കൃത്യമായി ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ജോൺ ഡയാൽ എഡിറ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ ഒന്നാമത്തെ വോള്യത്തിൻ്റെ പേര് വംശഹത്യയുടെ പറയപ്പെടാത്തതും പറയപ്പെട്ടതുമായ കഥകൾ, അൺടോൾഡ് ആൻഡ് റീടോൾഡ് സ്റ്റോറീസ് ഓഫ് ജനോസൈഡ് എന്ന് പറയുന്ന ജോൺ ഡയാൽ എഡിറ്റ് ചെയ്ത പുസ്തകം. അതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം വളരെ ഉത്തരവാദപ്പെട്ട രീതിയിൽ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ ചുരുക്കമാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിൽ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. അതിൽ താനിക സർക്കാരിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ ജാതി മേൽക്കോയ്മയുടെ അജണ്ട എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന്, ഇന്ത്യൻ ഫാസം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മതപരിവർത്തനം, ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾ, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും അടക്കം കൺവേർട്ട് ചെയ്തവർ തന്നെയാണ്. പക്ഷേ മൂന്നാമത് പറഞ്ഞ ബുദ്ധമതക്കാർ ഇന്ന് ആ വിധത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ടാണ് മാധവിക്കുട്ടിയുടെ മതപരിവർത്തനം കോളിളക്കമുണ്ടാക്കുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മതപരിവർത്തനം ഒരിളക്കവും ഉണ്ടാക്കാത്തത്. കാരണം ജാതി മേൽക്കോയ്മയെ നിവർന്നെന്ന് വെല്ലുവിളിക്കാനുള്ള അതിലെ എല്ലാ മൂല്യങ്ങളെയും ജാതി മേൽക്കോയ്മ മരവിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജാതി മേൽക്കോയ്മക്ക് ഇപ്പോഴും മരവിപ്പിക്കാനാവാത്ത വിധമുള്ള മൂല്യങ്ങൾ ഉള്ള മതനിരപേക്ഷ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് മർദ്ദിത മതങ്ങളായി തീർന്ന കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മർദ്ദിത മതങ്ങൾക്ക് ഒപ്പം നിൽക്കാത്തവർ മനുഷ്യരല്ല. നിങ്ങളൊരു മതരഹിതനാണെങ്കിൽ, നിങ്ങൾ യുക്തിവാദിയാണെങ്കിൽ, യുക്തിവാദത്തിൻ്റെ ഒരു കാൽ കഴഞ്ച് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെങ്ങുമുള്ള മർദ്ദിതരുടെ ഭാഗമായി നമ്മൾ മാറണം. മർദ്ദിതരുടെ ഭാഗമായി മാറുക എന്നതിൻ്റെ അർത്ഥം മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്നവർ, ജാതിയുടെ പേരിൽ മർദ്ദിക്കപ്പെടുന്നവർ, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കേരളത്തിലെ യുക്തിവാദികളിൽ ഒരു വലിയ വിഭാഗത്തിന് ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടൗൺ ഹാളിൽ വന്നിരിക്കുന്ന ആളുകളും നിൽക്കുന്ന ഞാനും ഉൾപ്പെടെ നിരവധി തവണ പരസ്പരം കണ്ടുമുട്ടിയവരാണ്. ഒരു പുതുമയൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ വളരെ പ്രബുദ്ധമായ യുക്തിവാദത്തിൻ്റെ ഒരു അന്വേഷണ ആലോചന യോഗത്തിൽ ഗുജറാത്ത് വംശഹത്യ ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ കൃത്യമായും ഞങ്ങൾ മർദ്ദിത മതങ്ങളുടെ പക്ഷത്താണ് എന്ന പ്രഖ്യാപനം തന്നെയായി ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പറയാൻ കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു 50, 55, 60 കൊല്ലമായി സൈദ്ധാന്തിക തലത്തിലും പ്രായോഗിക തലത്തിലും അനുഭൂതി തലത്തിലും
സമ്പൂർണ്ണ മതരഹിതനായി ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഏതെങ്കിലും ഒരു മതത്തോടുള്ള പക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ടല്ല അത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. അതെടുത്ത് പറയേണ്ടി വന്നു ഇന്ത്യയുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുറൈഷിക്ക് പോലും എന്ന് വരുമ്പോൾ ഞാൻ മുസൽമാനാണ് എങ്കിലും ഭീകരവാദിയല്ല എന്ന് ഇന്ത്യയുടെ അഭിമാനമായ ഒരു കേണൽ സോഫിയ ഖുറൈഷിക്ക് അന്താരാഷ്ട്ര വേദികളിൽ ഇപ്പോഴല്ല മുമ്പേ തന്നെ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യത്തെയും അതിൻ്റെ നയതന്ത്രത്തെയും പ്രതിനിധീകരിച്ച കേണൽ സോഫിയ ഖുറൈഷിക്ക് പറയേണ്ടി വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അത് ഗംഭീരായി എന്നാണ്. അത് ഗംഭീരല്ല, അവിടെയാണ് ഈ ഫാസത്തിൻ്റെ ഐഡിയോളജി. അതെന്തൊരു നിസ്സഹായതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ മുസ്ലിം ആണെങ്കിലും, ഞാൻ കറുത്തിട്ടാണെങ്കിലും കള്ളനല്ല, ഞാൻ പെണ്ണാണെങ്കിലും എനിക്ക് വിവരമുണ്ട് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അപഹാസ്യമാണ്. കറുത്തിട്ടാണെങ്കിലും കള്ളനല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു കുറ്റവും ചെയ്യാത്തവരെ കുറ്റവാളിയാക്കുക, എന്നിട്ട് അവരെ കുറ്റവിമുക്തരാക്കുക. ഇത് രണ്ടും ചെയ്യുന്ന ആരാ? ഇത് രണ്ടും ചെയ്യുന്ന ഒരേ മേൽക്കോയ്മ ശക്തിയാണ്. കറുത്തവർക്ക് അതിലൊരു റോളുമില്ല. പെണ്ണാണെങ്കിലും വിവരമുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ്? ആണധികാര കേന്ദ്രങ്ങളാണ്. പെണ്ണിതിൽ വാദിയും പ്രതിയുമല്ല. അവർക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിലെ കീഴാളർക്ക് മേലാളരുടെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല എന്ന് നിവർന്നു നിന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഗുജറാത്ത് വംശഹത്യയിലെ ഇര ലോകമറിയുന്ന പോരാളിയായി കോമ്രേഡ് ബിൽക്കിസ് ബാനു, അവരുടെ പാർട്ടി ഏതാണെന്ന് എനിക്കറിയില്ല, സഹോദരൻ അയ്യപ്പൻ ഉപയോഗിച്ച അർത്ഥത്തിൽ കോമ്രേഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ പ്രക്ഷോഭകാരിയായി. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, എല്ലാ കാലത്ത് ഇരകളായിട്ട് ഇങ്ങനെ കഴിയും. ഇരകൾ ഇല്ല, അവരിൽ നിന്ന് പോരാളികൾ ഉയർന്നു വരും. കേരളത്തിൽ ഇപ്പോൾ വേടൻ പാടുമ്പോൾ അത് പോരാട്ടത്തിൻ്റെ പാട്ടായിത്തീരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം, പല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, ഞാൻ തുടങ്ങിയത് മാംസഭക്ഷണം. മലയാളത്തിൽ പിശാച് എന്നൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. ശബ്ദധാരാവലി നോക്കിയാൽ മനസ്സിലാവും. മാംസം കഴിക്കുന്നവർ അതിൻ്റെ അർത്ഥം. മാംസം കഴിക്കുന്ന മനുഷ്യർ അവരെ പിശാചുക്കളാക്കുന്ന, ഇന്ത്യക്കാർ പിശാചിൻ്റെ നിറവും കണ്ടുപിടിച്ചിട്ടുണ്ട്, കറുപ്പാണ്. കറുപ്പ് നിറമുള്ള മാംസം കഴിക്കുന്നവർ പിശാച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭാഷയുടെ മലിനീകരണം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോളവൽക്കരണത്തോടെ ആരംഭിക്കുന്ന ഒന്നല്ല, ആഭ്യന്തര കൊളോണിയലിസത്തിലൂടെ ആരംഭിക്കുന്ന ഒന്നാണ്. ആ ആഭ്യന്തര കൊളോണിയലിസവും തമ്മിൽ നടത്തിയ സന്ധിയാണ്. ആ സന്ധിയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട നാനാതരത്തിലുള്ള ആശയങ്ങളിലാണ് ഈ വേര്, വംശഹത്യയുടെ വേര്. അതുകൊണ്ട് കടമ്മനിട്ടയുടെ ക്യായിൽ നിന്ന്, കടമ്മനിട്ടയുടെ ക്യാ ഒരു 20 വരിയുള്ളൂ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ഒരു 3 മണിക്കൂറുണ്ട്. പക്ഷേ ആ 3 മണിക്കൂറുള്ള സിനിമയിലേക്ക് ഈ ക്യായിൽ നിന്നൊരു വഴിയുണ്ട്. എന്നാൽ ക്യായുടെ വഴി പൂർണ്ണമായും എമ്പുരാനില്ല. കാരണം അതൊരു തട്ടുപൊളിപ്പൻ സിനിമയാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു കാര്യം ചെയ്തു. ആ കാര്യം എന്ന് പറയുന്നത് ഗുജറാത്ത് വംശഹത്യയിൽ മലയാളത്തിൻ്റെ അഭിമാനമായ കോഴിക്കോട്ടുകാരൻ തന്നെയായ എൻ്റെ സുഹൃത്തു കൂടിയായ ഗോപാലമേനോൻ, അദ്ദേഹം ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ഡോക്യു ഫിലിം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എമ്പുരാൻ ഗുജറാത്ത് വംശഹത്യയുടെ 1000-1 തൊട്ടിട്ടില്ല. ഉറപ്പാണ്. അത് എമ്പുരാൻ്റെ ലക്ഷ്യമല്ല. എമ്പുരാൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൂസിഫറിൻ്റെ തുടർച്ചയായി രൂപം കണ്ട ഒരു സിനിമ ട്രയലോജിയിലെ 2ാമത്തെ ഭാഗമാണ്. അത് സത്യത്തിൽ 60കളിൽ അമേരിക്കയിലൊക്കെ രൂപം കൊണ്ട സത്താൻ ചർച്ച്, സത്താൻ ബൈബിൾ എന്നൊക്കെ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ യേശുദേവൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും എതിർക്കുന്ന പകയുടെയും പരിഹാസത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും വമ്പത്തരത്തിൻ്റെയും ഒക്കെ ഭാഗമായി രൂപപ്പെടുത്തിയെടുത്ത, ക്രിസ്തുമതവുമായി ഒരു ബന്ധവുമില്ലാത്ത, വേണമെങ്കിൽ സൈനിക വ്യവസായ കൂട്ടുകെട്ടുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു
സാധനമാണ് ഈ പറയുന്ന സത്താൻ ബൈബിളും സത്താൻ ചർച്ചും ഒക്കെ. ആ സത്താനിസത്തിൻ്റെ തുടർച്ചയിലാണ് ലൂസിഫറും എമ്പുരാനും ഒക്കെ വരുന്നത്. അതിലേറെ മൂല്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിലൊരു അപകടമുണ്ട്. ആ അപകടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വംശഹത്യക്ക് ഉള്ളൊരു പരിഹാരമായിട്ട് അതിൽ മസൂദ്, നമ്മളിപ്പം പറയുന്ന ടെററിസം, അതിൻ്റെ ഒരു പ്രവർത്തനം, ബാബു ബജ്രംഗിയെയും മുന്നയെയും ഒക്കെ കൊന്നിട്ട്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു ബാബു ബജ്രംഗിയുടെയോ മുന്നയുടെയോ അന്ത്യത്തിലൂടെ ഇല്ലാതാവുന്നതല്ല വംശഹത്യയുടെ വൈറസ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ സമയത്തെ സൂചിപ്പിക്കുന്ന ചെറുതെങ്കിലും ഈ കടലാസിനെ ഞാൻ വലിയ രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് ഒരൊറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുന്നു. അത് 2002 ഗുജറാത്തിലെ വംശഹത്യ ഉൽപ്പാദിപ്പിച്ച വൈറസ് പ്രബുദ്ധമായ കേരളത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പ്രയാസമാണ്. വിശകലനത്തിൻ്റെ പ്രത്യയശാസ്ത്ര കണ്ണട ധരിച്ചുകൊണ്ട് നോക്കിയാൽ തെളിഞ്ഞു കാണും. നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.